ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കണവ റോസ്റ്റാണ്. കണവ അഥവാ കൂന്തൽ എന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ട് തനി നാടൻ രീതിയിൽ നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കണവ റോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ 1/4 കിലോ കണവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലൊരു 1/4 ഗ്ലാസോളം വെള്ളമുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു മൺചട്ടിയിലാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ ഇതിൽ കണവ വെന്ത് വരുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ചു വെക്കുക. കണവ വേവാൻ വളരെ കുറച്ച് സമയം മതി. പ്രഷർ കുക്കറിലോ ഒന്നും ഇട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ തന്നെ ഒന്ന് തിള വരും. അപ്പോൾ തന്നെ വേവും. അപ്പോൾ ഒന്നും കൂടി ഇട്ട് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് കുക്കിംഗ് ടൈം മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. മസാല പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 10-12 എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഇതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഒരു 3-4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. എളുപ്പത്തിൽ വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മുറിച്ചെടുക്കുന്നത്. ഇനി പച്ചമുളക് ഇതുപോലെ നടുകെ കീറി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് 2 തക്കാളിയും കൂടെ ആവശ്യമുണ്ട്. ചെറിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 തക്കാളി മതിയാവും. അപ്പോൾ ഇതും കൂടി അരിഞ്ഞെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ, പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് ഇളക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് മിക്സാക്കി തക്കാളി നല്ലപോലെ വെന്ത് വരണം. ഇപ്പോൾ കുറച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് മസാല നല്ല ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം വേവിക്കാൻ. ഇപ്പോൾ വെള്ളം ചേർക്കുന്നതിന് പകരം നമ്മുടെ കൂന്തൽ വേവിച്ചതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ കൂന്തൽ വേവിച്ചതിലുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഈ തക്കാളി നല്ലതുപോലെ വെന്ത് നല്ല പേസ്റ്റ് പോലെ ആവണം. നല്ല പേസ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കണവ അഥവാ കൂന്തലും കൂടെ ചേർത്ത് ഇളക്കാവുന്നതാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ കണവയും ഞാനതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സാക്കി ഈ അരപ്പ് എല്ലാ ഭാഗത്തും പ്രിപ്പയർ ചെയ്ത മസാല എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ കണവയിൽ നല്ലതുപോലെ മസാല പിടിക്കണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്
ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. അത് ഓൾറെഡി വെന്ത കണവയാണ്. അപ്പം നന്നായിട്ട് മസാല എല്ലായിടത്തും പിടിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. മസാലയൊക്കെ ഒരുവിധം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പണാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു ഗ്രേവിയുടെ ചെറിയൊരു കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. മസാലയുടെ റോസ്റ്റിൻ്റെ തിക്നെസ് എങ്ങനെയാണ് വേണ്ടതെന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാം. കുറച്ചും കൂടെ ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ തുറന്ന് വെച്ചൊന്ന് വേവിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അരപ്പിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി. എല്ലാ പീസിലും കണവയുടെ എല്ലാ കഷ്ണങ്ങളിലും അരപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.